സ്കൂൾ ബസ് ഡ്രൈവറെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസിനെതിരെ വള്ളക്കടവ് സ്വദേശി ഇർഷാദാണ് ആരോപണം ഉന്നയിച്ചത്. ഇർഷാദ് ഓടിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിൽ വെച്ച് ഇർഷാദ് ഓടിച്ച സെന്റ് ജോസഫ് സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെടുന്നത്. കുട്ടികളുമായി നിയന്ത്രണമില്ലാതെ പോയ ബസ്സിനെ നാട്ടുകാരിൽ ഒരാൾ വട്ടം വെച്ച് നിർത്തിക്കുകയായിരുന്നു. തുടർന്ന് ഇർഷാദിനെ കയ്യേറ്റം ചെയ്ത് പോലീസിനെ വിവരമറിയിച്ചു. വഞ്ചൂർ സ്റ്റേഷനിലെ SIയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നാവ് കുഴഞ്ഞിരുന്ന ഇർഷാദിനെ കയ്യേറ്റം ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഷുഗർ ലെവലിൽ വ്യതിയാനം വന്നതിനെ തുടർന്ന് തളർന്നതോടെയാണ് ബസ് അപകടത്തിലായതെന്നും ഗുരുതരമായ രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും പോലീസ് മർദ്ദിച്ചെന്നും ഇർഷാദ് ആരോപിച്ചു. ഞാൻ 10-25 വർഷം കൊണ്ട് ഈ വണ്ടി ഫീൽഡിൽ കിടന്ന് ജീവിക്കണവനാണ്. ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ചെയ്യാൻ പോയിട്ടില്ല. 6 വണ്ടി ഓടി ഞാൻ പണം ഉണ്ടാക്കി ഞാൻ ജോലി ചെയ്ത് ജീവിക്കണവനാണ്. എൻ്റെ അടുത്ത് വ്യാപാരി വാക്ക് കേട്ടുകൊണ്ട് ഈ കോർട്ട് പോയി മഞ്ചൂർ സ്റ്റേഷനിലെ SIമാർ എന്നെ ഇടിച്ച് ഞാൻ പ്രാണവേദനയോടെ വിളിച്ചിട്ട് പോലും എന്നെ കേൾക്കാതെ എന്നെ ഇടിച്ചെടുത്ത് ജീപ്പിൻ്റെ ബാഗിൽ കയറ്റി അടച്ചിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ സാറേ എന്നെ അടിക്കല്ലേ സാറേ എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് കേൾക്കാതെ ഞാൻ അവിടെ വന്ന് ഞാൻ സാറേ വിളിക്കണ മാത്രമേ വിളിയടാ തള്ളേ ദിനേടാ തീ ഇടിക്കടാ എന്ന് പറഞ്ഞാൽ മുതുകിൽ പട്ടനെ ഇടിച്ച്. ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇർഷാദ്. രക്തപരിശോധനയിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താനായിട്ടില്ല. ശരീരത്തിൽ ലാത്തി കൊണ്ട് അടിയേറ്റതിന്റെ പാടുകളുമുണ്ട്. ഗുരുതര ഉദരരോഗത്തിന് വർഷങ്ങളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇർഷാദ്. പോലീസ് നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ ഇർഷാദിനെ മർദ്ദിച്ചിട്ടില്ലെന്നും ശരീരത്തിലെ പാടുകൾ കസ്റ്റഡിയിലെടുത്തപ്പോൾ വീണുണ്ടായതാകാമെന്നുമാണ് വഞ്ചൂർ പോലീസിന്റെ വിചിത്രവാദം. 24 തിരുവനന്തപുരം.